ഹായ് ഹലോ എന്തൊക്കെയുണ്ട് ഇന്നൊരു കുട്ടി വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മസ്കറ്റിൽ എത്തിയിട്ട് ജസ്റ്റ് വീട്ടിലോട്ട് കയറിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ്. നമ്മളന്ന് പാക്ക് ചെയ്ത ഐറ്റംസൊക്കെ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമുക്ക് നൈബർ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. ഞങ്ങൾ രാത്രി എത്തിയിട്ട് ജസ്റ്റ് ഞങ്ങൾ ബെഡ് മാത്രം സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി കേട്ടോ. അതായത് താഴെ ബെഡ് ഇട്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങി. ബാക്കി ഇനിതാ നമ്മുടെ ഫേർണിച്ചർ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കിച്ചണിലെ ഐറ്റംസ്, പിന്നെ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഷെൽഫിലോട്ട്, അതായത് എല്ലാം അൺപാക്ക് ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്ന് ഉച്ചവരെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഉച്ചവരെ നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാം. അതിനുശേഷം പുറത്ത് പോകണം, സാധനങ്ങളൊക്കെ മേടിക്കണം. നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. നമ്മൾ പറയില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. കാരണം ഒരു ഐറ്റംസും, അതായത് ഒരു ഫുഡ് ഐറ്റംസും ഇല്ല. അപ്പോൾ നമ്മൾ ഉച്ചവരെ നമുക്ക് പറ്റുന്നതൊക്കെ എടുത്തു വെച്ചു. പിന്നെ കർട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ലഞ്ച് കഴിക്കണമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുറത്തുനിന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് സിം കാർഡ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മളൊരു മോളിലാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ലുലു ഉണ്ട്. അപ്പോൾ നമ്മൾ സിം കാർഡ് എടുത്തിട്ട് നമുക്ക് നേരെ ലുലുവിൽ പോയിട്ട് നമ്മൾ ഗ്രോസറി, അതായത് ഫുഡ് ഐറ്റംസ് ആയാലും ബാക്കിയുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ലുലുവിൽ മേടിക്കാമെന്ന് കരുതി. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് മസ്കറ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മസ്കറ്റ് ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നമ്മൾ ദുബായ് ആണോ ഇഷ്ടം മസ്കറ്റാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ദുബായ് ആണ് ഇഷ്ടപ്പെടുക. കാരണം നിങ്ങൾ കുറേ കാലമായിട്ട് 10-12 വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാലേ നമുക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഞങ്ങളൊരു മാസം പോലും ആയില്ലല്ലോ ഇവിടെ എത്തിയിട്ട്. ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല. കുറച്ചുകൂടെ, അതായത് എൻ്റെ മനസ്സിലുള്ളത് കുറച്ചുകൂടെ താഴെ ലെവലിലായിരുന്നു ഞാൻ ചിന്തിച്ചത് മസ്കറ്റിനെ പറ്റിയിട്ട്. അങ്ങനെ മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേ കൊള്ളാലോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അയ്യോ ഇത്രയുമോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ലതായിട്ടാണ് തോന്നിയത്. പിന്നെ ലുലുവിലൊക്കെ വന്ന് കയറിയാൽ ഞങ്ങൾ ദുബായിലുള്ള പോലെ തന്നെ തോന്നി. ഞങ്ങൾക്ക് പൈസയുടെ വ്യത്യാസം മാത്രമേ തോന്നുള്ളൂ. ഇവിടെ റിയാലാണ്, അവിടെ ദർഹമാണ്. അങ്ങനെ അല്ലാതെ അതായത് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ മസ്കറ്റിലാണല്ലോ ഉള്ളത് അങ്ങനെ ചിന്തിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ മസ്കറ്റിലെന്ന് വെച്ചാൽ ഇവിടെ റോഡിൽ അങ്ങനെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ദുബായിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ കുറച്ചുകൂടെ തിരക്ക് കുറവാണ്. അങ്ങനെ ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിത് ലുലുവിലെത്തിയപ്പോൾ ഭയങ്കര മാങ്ങയുടെ ഇതായിരുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള മാങ്ങയൊക്കെ മേടിച്ചു കേട്ടോ നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. കണ്ടോ റോഡിൽ അങ്ങനെ ഭയങ്കര തിരക്കോ ട്രാഫിക്കോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ആ സമയത്തിൽ എത്താൻ പറ്റും. അതൊരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി തിരിച്ച് വീട്ടിലോട്ടെത്തി ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. പിന്നെ എനിക്കിങ്ങനെ കിച്ചണിലെ ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് സെറ്റ് ചെയ്യാനും അത് എടുത്തു വെക്കാനും. ഇപ്പം അങ്ങനത്തെ ഒരു സാധനം മേടിച്ച്, ഇപ്പോൾ ഓയിൽ ബോട്ടിൽ മേടിച്ച് ഞാൻ കഴുകി എങ്ങനെയല്ലോ ടിഷ്യൂ ഒക്കെ കുത്തി തിരുകി അത് ഡ്രൈ ആക്കിയെടുത്ത് അതിൽ ഓയിൽ ഒഴിച്ചപ്പോഴാണ് എനിക്ക് സമാധാനം. സുഖം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടൂല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.